ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിന്നിക്കുട്ടീനെയൊക്കെ ആക്കിയിട്ട് രോഹിത്തും കൃഷ്ണമോളും ബബിതയും അലീനയും രേവതിക്കുട്ടിയും കൂടി ചേർന്ന് ഗ്രേസിയുടെയും മാമച്ചൻ്റെയും വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതായിരുന്നു ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവരൊക്കെ വന്ന് കണ്ടപ്പോഴത്തേക്കും തന്നെ ചിന്നുക്കുട്ടിക്ക് വലിയ സന്തോഷം. അപ്പോൾ സിസ്റ്റേഴ്സ് പറയുന്നുണ്ട്, മോളെ നിന്റെ ഭാഗ്യമാണ് സത്യം പറഞ്ഞാൽ ഈ അലീന രേവതി എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ എന്ത് നല്ല സ്വഭാവമുള്ളവരാണ്. ഇങ്ങനെയൊക്കെ വന്ന് അന്വേഷിക്കാനും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് ഇവർ തമ്മിൽ വേറൊരു ബന്ധവും ഇല്ല. എങ്കിൽ പോലും അവർ എത്ര സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. നിന്റെ ഭാഗ്യം തന്നെയാണ് എന്ന് ഇങ്ങനെ കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ. ചിന്നുകുട്ടിയോട് ആ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ട് ചിന്നുകുട്ടീനെ കൊണ്ട് സിസ്റ്റർമാരകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ രേവതിക്കുട്ടിയും ഇവരെല്ലാവരും കൂടി നേരെ ഗ്രേസിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ മാമച്ചനും ഗ്രേസിയും കൂടെ കാത്തിരിക്കുകയാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച്. ഇവരെ കാണുന്നില്ല. അതുമാത്രമല്ല ചിന്നുകുട്ടിയുടെ വിശേഷങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പോൾ ഇനി പുനലൂരിലേക്കാണ് വണ്ടി പോകുന്നത്. പുനലൂരെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്കാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഈ പുനലൂരിൽ ആരാ ഉള്ളത് എന്നൊന്നും നമ്മുടെ ഗോവർദ്ധൻ അറിയില്ലല്ലോ. അപ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, അല്ല പുനലൂർ എത്താറായല്ലോ, ഇപ്പം തന്നെ എത്തും അല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ എത്തും. അല്ല എന്നിട്ടും ഇതുവരെ എന്നോട് ബാലേട്ടൻ ആരാ അവിടെ ഉള്ളതെന്ന് പറഞ്ഞില്ല. അതൊന്നും പറയാറായിട്ടില്ല ഗോവർദ്ധന. അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഭൂതം അവിടെ ഉണ്ടെന്നേ. ആ ഭൂതത്തെ എനിക്ക് കാണണം. അവിടുത്തെ ആ ഭൂതത്തെയും അഴിച്ചു വിടണം. അതിനുവേണ്ടി തന്നെയാ എല്ലാ ഭൂതവും കൂടി ചേർന്നേ ഈ പറയുന്ന നമ്മുടെ നെടുമ്പുരയ്ക്കൽ, കൊല്ലപ്പള്ളി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്കൊരു വരവ് വരും. എന്നിട്ടാണ് അവിടെ പിന്നെ വലിയ ഒരു ബാധ ഒഴിപ്പിക്കൽ നടക്കാൻ പോകുന്നത്. വൈജയന്തിയിൽ നിന്നും ഒരു ബാധ ഒഴിപ്പിക്കൽ. ഇപ്പോൾ ഉള്ള വൈജയന്തിയെ അങ്ങ് പോകും. എന്നിട്ട് ആ ബാധയെല്ലാം പോയിട്ട് ഒരു വൈജയന്തിയെ കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ഗോവർദ്ധൻ എന്താ ബാലേട്ട ഇത്, സത്യം പറയാലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ബാലേട്ടൻ്റെ അളിയനെ കാണാൻ പോയി. അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ വീട്ടിൽ പോലും പോയിട്ടില്ല. ഇപ്പം എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നു. അതെ ഞാൻ പറഞ്ഞല്ലോ ഗോവർദ്ധന, ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്നേ. അപ്പം ഗോവർദ്ധന നീ അറിഞ്ഞാൽ മതി. നീ കൂടുതൽ വിവരമൊന്നും ചോദിക്കണ്ട. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക. അയ്യോ ബാലേട്ടൻ്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ വേറെ ആരുടെ കൂടെയാണ് ബാലേട്ട നിൽക്കേണ്ടത്? ഞാൻ ബാലേട്ടൻ്റെ കൂടെ തന്നെ നിൽക്കും. എന്നാൽ പിന്നെ നമുക്ക് ഈ പുനലൂർ ചെല്ലുമ്പോഴത്തേക്കും ഔതക്കുട്ടി കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ വീട് ഏതാണെന്നൊന്ന് തിരക്കണം. ഔതക്കുട്ടി കൊട്ടാരമറ്റത്തിൽ കേട്ട് കഴിഞ്ഞിട്ട് വലിയൊരു ബംഗ്ലാവൊക്കെ ഉള്ളൊരു ആളാണെന്നാണ് തോന്നുന്നത്. ചില്ലറക്കാരനല്ലായിരിക്കും. ഈ പറയുന്ന സ്റ്റാൻലിയുടെ അച്ഛനാണല്ലോ. അല്ല ഈ സ്റ്റാൻലി ആരാ? സ്റ്റാൻലി ആരാണെന്ന് അറിയണമല്ലേ? ഈ സ്റ്റാൻലി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റാൻലി ആയിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. ആ വലിയ കണക്ഷൻ ഇപ്പോൾ ഒരു ചെറിയ കണക്ഷനാണ്, അതൊരു വലിയ കണക്ഷനാക്കി തീർക്കണം. ഏതായാലും നമുക്ക് പോകാം അങ്ങോട്ടേക്ക്. അങ്ങനെ വഴി ഒന്നും അറിയത്തില്ലാത്ത നമ്മുടെ ബാലചന്ദ്രൻ റൂട്ട് മാപ്പൊന്നും ചോദിക്കാതെ വഴിയിലൂടെ ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ വീട്. അപ്പോഴേക്കും ആൾക്കാർ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയോ, ഔതക്കുട്ടിയുടെ വീട് ആ വളവ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ഗേറ്റ് ഉണ്ട്. അത് മുഴുവൻ അവരുടെ ഏരിയ എന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം വണ്ടി നേരെ കൊട്ടാരമറ്റത്തിൽ വീട്ടിലേക്ക് വിടുകയാണ്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വൈജയനെ കാണിക്കുന്നുണ്ട്. വൈജയാണെങ്കിലേ ആകെപ്പാടെ പ്രതിസന്ധിയിലാണേ. നമ്മുടെ കമലയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കമലയാണെങ്കിൽ നിരാഹാരം, അതുപോലെ സത്യാഗ്രഹം, അങ്ങനെ ഉപവാസം അങ്ങനെ ഭയങ്കര പരിപാടികളിലാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതുവരെ അലീനയെ പറഞ്ഞു വിട്ടിട്ടുമില്ല. അലീന അവിടുന്ന് പോയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ വൈജയ്ക്ക് പറ്റണില്ല. അപ്പം ഇവിടെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ശിവശങ്കര മേനോനോട് നമ്മുടെ വൈജ സംസാരിക്കുകയാണ്. ഏട്ടനെ ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. ഞാൻ ഒരു ഡിമാൻഡ് ബാലചന്ദ്രൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തു. അലീനെ അവിടെ നിന്ന് മാറ്റണമെന്ന്. ചെറിയൊരു കാര്യമാണ്. ഒരു വേലക്കാരി അവിടെ നിന്ന് മാറ്റാൻ ഇതിന് മാത്രം പ്രയാസമൊന്നുമില്ല. ബാലചന്ദ്രൻ അത് കഴിയില്ല. ബാലചന്ദ്രൻ പറയുന്നത് ഇപ്പോഴും ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന. അത് എനിക്കറിയാം. ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല. ഏതായാലും എൻ്റെ മക്കളെല്ലാം കൂടെ അവൾ സോപ്പിട്ട് കയ്യിലും എടുത്തു. എൻ്റെ മക്കളെ വിളിച്ചിട്ട് എനിക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാനും പറ്റത്തില്ല. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ബബിതയോ രോഹിത്തോ ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ അലീനയെ പറഞ്ഞു വിടാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന്. പക്ഷെ ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് എന്താ ചെയ്യുന്നത്?
ദേ അലീനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അപ്പം പിന്നെ എനിക്കിനി വേറെ ഒന്നും പറയാനില്ല. ഈ വൈജ അങ്ങനെ തോറ്റു കൊടുക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്നൊരു വീട് റെഡിയാക്കി തരണം. ഞാനൊരു വീട് റെഡിയാക്കിയതായിരുന്നല്ലോ. നിങ്ങൾ കാരണം, എൻ്റെ ആങ്ങളമാർ കാരണം ആ വീട് എനിക്ക് നഷ്ടപ്പെട്ടത്. ആ വീട് ഇപ്പം വേറെ ആരോ റെൻറ്റിനെടുത്തു. എനിക്ക് ഉടനെ തന്നെ ഒരു വീട് റെഡിയാക്കി തരണം. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ദേ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ കമലയിടത്തിയുടെ ഈ സ്വഭാവത്തിനെ ഇവിടെ നിൽക്കുന്നതിലും ഭേദം ഞാൻ ഇവിടെ നിന്ന് പോയി വല്ല കാരാഗ്രഹത്തിലും കിടക്കുന്നതാ. ഏതായാലും പതുക്കെ ഞാൻ മാറിയിട്ട് അമ്മേനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോവാ. പച്ചവെള്ളം പോലും ദാഹിച്ചാൽ കൊടുക്കത്തില്ല. എന്തൊരു സ്വഭാവമാണ് ഇത്, എങ്ങനെ സഹിക്കുന്നു? ഇങ്ങനെയും ഉണ്ടോ പെണ്ണുങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരമേനോൻ ചോദിച്ചു, ഇങ്ങനെയും ഉണ്ടോ പെണ്ണുങ്ങൾ എന്ന് ഞാൻ നിന്നോടും കൂടെ ചോദിക്കുക വൈജ. ഒരു തരത്തിൽ വൈജ ഒരു ഇതാണെങ്കിൽ, വൈജയല്ല കമല ഒരു ഇതാണെങ്കിൽ, വേറൊരു തരത്തിൽ വൈജയെ നീയും ഒരു സമാധാനക്കേട് തന്നെയല്ലേ. എല്ലാം കൊണ്ടും വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണ്. മക്കളുടെ ഭാഗത്ത് നിന്ന്, പെണ്ണുപിള്ളയുടെ ഭാഗത്ത് നിന്ന്, പെങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് സ്വസ്ഥതയും സമാധാനവും കിട്ടാനാ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കാര്യം അറിയത്തുള്ളൂ, വേറെ ആരുടെയും കാര്യത്തിൽ ഞാൻ തലയിടാൻ വരുന്നില്ല. അതുകൊണ്ട് പറയുക, എനിക്ക് ഒരു വീട് റെഡിയാക്കി തന്നെ പറ്റത്തുള്ളൂ. ഞാനിവിടെ നിൽക്കും തോറും ഏട്ടൻ്റെ സമാധാനം പോകും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് വലിഞ്ഞു കയറി വന്ന് കിടക്കേണ്ട വീടൊന്നും അല്ല ഇത്. എനിക്കും കൂടെ അവകാശപ്പെട്ട വീട് തന്നെയാണ്. അവകാശം ഞാനും കൂടെ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ എനിക്ക് ഈ പറയുന്ന ആരുടെ അവകാശമോ ഔദാര്യമോ ഒന്നും വേണ്ട. എനിക്ക് ആവശ്യത്തിലേറെ സമ്പാദിക്കുന്നുണ്ട്. 6 ശമ്പളം എനിക്കുണ്ട്. എനിക്കത് മതി. എനിക്ക് ബാലചന്ദ്രൻ്റെ അവകാശവും വേണ്ട, ശിവശങ്കരമേനോൻ്റെ അവകാശവും വേണ്ട. പിന്നെ എൻ്റെ അച്ഛൻ്റെ അവകാശം അതെനിക്കുള്ളത് തന്നെയാണ്. അതിലാരും കൈ കടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്തെ നമ്മുടെ ഗംഗാധരമേനോൻ ശിവശങ്കരമേനോനെ ഫോൺ വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അങ്ങനെ നമ്മുടെ ശിവൻ ഫോൺ എടുത്തു. എന്താ ഗംഗേട്ട, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിവശങ്കരമേനോൻ പറഞ്ഞു, കാര്യമുണ്ടടാ, കാര്യമുണ്ട്. എന്താ ഗംഗേട്ട? അത് പിന്നെ ഇവിടെ ബാലചന്ദ്രൻ വന്നിരുന്നു. ബാലചന്ദ്രൻ അവിടെ വന്നെന്നോ? എന്തിന്? അവൻ എന്തിനാ വരുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കഴുകൻ്റെ കണ്ണുകളോട് കൂടിയാ അവനെ നോക്കി കാണുന്നത്. വീട്ടിലേക്ക് ക്ഷണിച്ചു, അവൻ വന്നില്ല. അവൻ ഇവിടെ വന്ന് ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങി എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് കേട്ടാൽ ഇപ്പം ശിവ നീ ഞെട്ടും. എന്താ അവൻ പറഞ്ഞത്? അവന് എന്നോട് ചോദിക്കുകയാണ്, സ്റ്റാൻലിയുടെ വീട് എവിടെയാണ്, അഡ്രസ്സ് എവിടെയാണെന്ന്. അതൊക്കെ എന്തിനാ ഇപ്പം അവൻ അറിയുന്നത്? അതിൻ്റെ ആവശ്യം എന്തിനാ ബാലചന്ദ്രന്? എൻ്റെ പൊന്നു ശിവ, അതിൻ്റെ ആവശ്യം ബാലചന്ദ്രനല്ലേ ഉള്ളൂ. അവനിവിടെ വന്ന് തൊടാതെയും തൊട്ടും എന്തൊക്കെയോ സംസാരിച്ചു. എന്തോ ഒരു വലിയൊരു ശത്രുവിനെ കാണുന്ന പോലെ തന്നെയാണ് നമ്മളിപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനോട് ഞാൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നേരിട്ട് വൈജിയോട് ചോദിക്കുമത്രേ. വൈജിയോട് അഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? എന്നിട്ട് ഗംഗേട്ടൻ അഡ്രസ്സ് കൊടുത്തോ? കൊടുക്കുക അല്ലാതെ വേറെ നിവർത്തിയില്ല. അയ്യോ, അത് വലിയ പ്രശ്നമാവില്ലേ ഗംഗേട്ടാ? എന്ത് ചെയ്യാനാടാ ശിവ, പ്രശ്നങ്ങളുടെ പ്രശ്നം കുന്നും മേൽ കൂന് കൂടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം അവൻ അത് കൊടുത്തില്ലെങ്കിൽ അവൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കുക. എനിക്കറിയില്ല ഇതിൻ്റെ അവസാനം എന്താണെന്ന്. വൈജിയോടൊന്ന് അടങ്ങാൻ പറഞ്ഞിട്ട് അവളൊട്ട് അടങ്ങുന്നുമില്ല. എനിക്ക് തോന്നുന്നു സത്യങ്ങളൊക്കെ വൈജി അറിയാൻ സമയമായിരിക്കുന്നു. ഇനി ബാലചന്ദ്രൻ പറയുന്നതിന് മുമ്പ് തന്നെ സത്യങ്ങളൊക്കെ നമ്മൾ വൈജിയോട് പറയണം. അവളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിപ്പിക്കണം. ഇപ്പം അവളെ വീട് വേറെ നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക, എന്നോട് പറഞ്ഞിട്ടിരിക്കുക വീട് വേറെ നോക്കണം, അവളിനി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോവില്ല എന്ന്. അവളുടെ ഈ അഹങ്കാരം നിൽക്കാറായില്ലേ? സമാധാനം പോവാ എൻ്റെ. ഇവിടെയും എനിക്ക് സമാധാനമില്ല, നാട്ടിൽ വന്നാലും സമാധാനമില്ല. എന്തൊരു കഷ്ടമായത്. ഇവളോട് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് ശിവ നീ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. നമ്മുടെ പെങ്ങളുടെ കാര്യം അറിയത്തില്ലേ? അവളോട് ഞാൻ വേദം ഓതുന്നത് പോലെ ഓതിയതാ. ഏട്ടനും ഏറെക്കുറെയൊക്കെ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവൾ മനസ്സിലാക്കിയോ? ഇല്ലല്ലോ. ഇനി എന്ത് തേങ്ങാക്കൊല പറഞ്ഞു മനസ്സിലാക്കാനാ? താകരുവാണെങ്കിൽ തകരട്ടെ, തരിപ്പണമാകുകയാണെങ്കിൽ തരിപ്പണമാകട്ടെ. അവൾ കാരണം നമുക്കും കൂടെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? ഇനിയിപ്പം ആ മക്കളുടെ കാര്യമെങ്കിലും നമ്മൾ നോക്കണ്ടേ? ബബിതയും കൃഷ്ണയും രോഹിത്തും അവരുടെയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലേ? മാത്രമല്ല സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വൈജ എന്ത് ചെയ്യുന്നു പോലും എനിക്കറിയില്ല.
ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. പുറപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന ബാലചന്ദ്രൻ കൊട്ടാരം മറ്റത്തിൽ ഔദയെ കാണാനായിട്ടും അവിതയുടെ മകനെ കാണാനായിട്ടും. അവിടെ ചെന്ന് കഴിയുമ്പം ആ കുടുംബം തകരില്ലേ? അതും ശരിയാണല്ലോ ഗംഗേട്ടാ. ഇതിപ്പം കുടുംബം എല്ലാം തകർന്ന് തരിപ്പണമായി പോവുമല്ലോ. ഇവിടുത്തെ കുടുംബം അവിടുത്തെ കുടുംബം ഇതിപ്പം മറന്ന കഥകളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അവനെന്താ ഇങ്ങനെ തുടങ്ങുന്നത്? എനിക്കറിയില്ല ബാലനെന്താ ഇങ്ങനെ തുടങ്ങുന്നതെന്ന്. അവന് ഇപ്പോഴും ദേഷ്യവും വൈരാഗ്യവും പകയും അവനെ ചതിച്ചു എന്ന ചിന്തയും മാത്രമാണ് മനസ്സിലുള്ളത്. അതിൽ നിന്നും ഒരു മാറ്റം വന്നില്ല എങ്കിൽ ഇതിവിടെ ഒന്നും നിൽക്കത്തില്ല. ഇനിയിപ്പം അവന് വേണ്ടതൊന്നുമല്ല ആ കൊട്ടാരം മറ്റത്തിൽ സ്റ്റാൻലിയെ കണ്ടുപിടിച്ചിട്ട് അലീന എന്ന് പറയുന്ന അവളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണമത്രേ. അവൾക്ക് അമ്മയോ ഇല്ല, അച്ഛനുണ്ടല്ലോ. ഇനി കുറച്ച് നാൾ അച്ഛൻ്റെ അടുത്ത് നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അതിന് കാരണക്കാരിയും വൈജ തന്നെയല്ലേ. വൈജ അലീനെ ഇവിടെ നിർത്താൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് തിരക്കി പോവില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ശിവ, ബാലനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു കണക്കിന് ശരിയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്യാണ്. ഏതായാലും ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ കൊട്ടാരം മറ്റത്തിൽ ഔദയുടെ ആ വലിയ ഒരു വീടാണ് കേട്ടോ. ഒരു വലിയൊരു വീട്. പഴയ വീടെന്ന് പറഞ്ഞാൽ പഴയ തറവാടൊക്കെ ഇല്ലേ, ഈ മച്ചും മണ്ടയൊക്കെ ഉള്ളൊരു തറവാട്. അങ്ങനെ വലിയൊരു തറവാട്, വലിയൊരു ഗേറ്റ്, ഒരു കറുത്തൊരു ഗേറ്റ്. അവിടെ ഒരു പഴയ ഒരു കൊട്ടാരം മറ്റത്തിൽ എന്ന് പറഞ്ഞ് പഴയൊരു ഇതിൽ ഇച്ചിരി പഴയതായൊരു ചങ്ങലയിൽ കെട്ടി ഒരു നെയിം ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ആ ഗേറ്റിന് പുറത്ത് ചെന്ന് നിർത്തുകയാണ് വണ്ടി. അപ്പം ഇതാണല്ലേ കൊട്ടാരം മറ്റത്തിൽ ഔദയുടെ വീട്. വലിയ വീടൊക്കെ തന്നെയാണല്ലോ. അപ്പം വലിയ സമ്പത്തുള്ളവരൊക്കെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ ബാലചന്ദ്രൻ. അപ്പം പറഞ്ഞു, അല്ല അങ്ങോട്ടേക്ക് അകത്തേക്ക് ഞാൻ കയറി വരണോ ബാലേട്ടാന്ന് നമ്മുടെ ഗോവർദ്ധനൻ ചോദിച്ചു. അപ്പോഴത്തേക്കും ബാലൻ പറഞ്ഞു, വേണ്ട, ഇവിടം വരെ വന്നാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ വേണമെങ്കിൽ കാറൊക്കെ എടുത്തോണ്ടൊന്ന് ചുറ്റാൻ പൊക്കോ. ഒരു ചെറിയൊരു ഗ്രാമമാണല്ലോ ഇത്, പോയി സ്ഥലങ്ങളൊക്കെ കാണ്. അല്ലെങ്കിൽ നീ അവിടെ മാറി നിൽക്കുക, ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അവരുമായിട്ട് സംസാരിച്ചിട്ട് വരാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ തന്നെ ആ വീട്ടിലേക്ക്, അതും അറിയാത്തൊരു വീട്ടിലേക്ക്. അറിയാത്ത വീടാന്ന് ആരാ പറഞ്ഞത്? ഇത് അറിയാത്ത വീടൊന്നുമല്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുന്നത്. എൻ്റെ പൊന്നു ഗോവർദ്ധന, ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് നീ പൊക്കോ. ഞാൻ അവിടെ കയറുന്നു, സംസാരിക്കുന്നു, ഇറങ്ങി വരുന്നു. അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഷടാ, നിന്നോടല്ലേ പറഞ്ഞത്, എന്ത് പ്രശ്നം? നീ ഒരു കാര്യം ചെയ്യുക ഗോവർദ്ധന, വണ്ടി എടുത്തോണ്ട് പൊക്കോന്ന് ഒരു എന്താ പറയുക ഒരു ഗൗരവത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവർദ്ധനും പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധൻ വണ്ടി എടുത്തുകൊണ്ട് പോയി കൊട്ടാരം വീട്ടിലെ ആ ഒരു ഗേറ്റ് പതിയെ അങ്ങോട്ടേക്ക് നമ്മുടെ ബാലചന്ദ്രൻ തുറന്ന് ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുകയല്ലേ, കാത്തിരുന്ന് തന്നെ കാണാം. എങ്കിലും നമ്മുടെ കൊട്ടാരം മറ്റത്തിലല്ലേ, പെട്ടെന്ന് പേര് പറഞ്ഞു. കൊട്ടാരം മറ്റത്തിൽ നമ്മുടെ ഔദ മാത്രമല്ല അവിടെ ഉള്ളത്, നമ്മുടെ സ്റ്റാൻലിയുടെ അനിയനും ഉണ്ട്. പക്ഷേ സ്റ്റാൻലി ആ വീട്ടിലില്ല. സ്റ്റാൻലി എവിടെ പോയി എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെ തേടി നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്, അടുത്തെത്താറായിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ അല്ല ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ഇതല്ലേ കൊട്ടാരമറ്റത്തിൽ ഔദയുടെ വീട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഇത് ഔദച്ചായൻ്റെ വീട്. എനിക്ക് ഔദച്ചായനെ ഒന്ന് കാണണമായിരുന്നു. ഞാനേ കുറച്ച് ദൂരേന്ന് വരിക, അങ്ങ് പാല കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാല കൊല്ലപ്പള്ളി അല്ലേ, കോട്ടയം അത് തന്നെ. വെയിറ്റ് ചെയ്യേ, ഞാനിപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ കയറി അകത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഔദച്ചായനെ വിളിക്കാനായിട്ട്. പിന്നെ ഔദച്ചായൻ മാത്രമല്ല, ഔദച്ചായൻ്റെ ഇളയ മോനും അവിടെയുണ്ട്. എന്തോ തിരക്കിലും കാര്യത്തിലൊക്കെയാണ് പുള്ളിക്കാരൻ. എന്തോ ഒരു കല്യാണം കൂടാനും കണ്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല മനുഷ്യരാണ് കേട്ടോ. നല്ല രീതിയിലാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് കണ്ട ഒരാളോട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു. കയറി വരൂ, വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമാണ്, മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയാൽ മതി. ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.